CCBI ഭാരതത്തിലെ ലത്തീൻ കത്തോലിക്ക മെത്രാന്മാരുടെ സമിതിയാണ്. അതൊരു കനോനിക്കൽ ബോഡിയാണ്. ഭാരതത്തിൽ 3 കനോനിക്കൽ ബോഡികളാണ് ഉള്ളത്. സീറോ മലബാർ സഭയുടെ സിനഡ്, സീറോ മലങ്കര സഭയുടെ സിനഡ്, പിന്നെ ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതിയായ CCBI. കനോനിക്കൽ പരമായ ഒരു ബോഡി ആയതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഇത് ഒരുമിച്ച് കൂടണം. അപ്പോൾ സാധാരണഗതിയിൽ 2 വർഷത്തിലൊരിക്കൽ വിശദമായൊരു ചർച്ചകൾ, ഒരു 10 ദിവസത്തെ മീറ്റിംഗാണ് നമ്മൾ നടത്താറുള്ളത്. കഴിഞ്ഞ വർഷം ഭുവനേശ്വർ XIM യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഏകദേശം 10 ദിവസം നീണ്ടുന്ന മീറ്റിങ്ങിലാണ്. എല്ലാ 2 വർഷം കൂടുമ്പോഴും CBCI, സീറോ മലബാർ സഭയും മലങ്കര സഭയും ലത്തീൻ സഭയും ഒരുമിച്ച് കൂടുന്ന CBCIയുടെ ജനറൽ ബോഡി നടക്കുമ്പോൾ അതിൽ 1-2 ദിവസം CCBI എടുത്തിട്ട് നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട വോട്ടിംഗ് അജണ്ടകൾ എന്ന് വെച്ചാൽ വളരെ പ്രത്യേകമായിട്ട് ലത്തീൻ സഭയെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ മാത്രമാണ് ഈ 1-2 ദിവസം നീണ്ടു നിൽക്കുന്ന പ്ലീനറി സമ്മേളനത്തിൽ ഭാരതത്തിലെ മെത്രാന്മാർ, ലത്തീൻ കത്തോലിക്ക മെത്രാന്മാർ ചർച്ച ചെയ്യുക. ഇപ്പോൾ ബാംഗ്ലൂർ ഇന്ന് നടക്കുന്നത് CCBIയുടെ കോൺഫറൻസ് കാത്തലിക് ബിഷപ്സ് ഓഫ് ഇന്ത്യയുടെ 27ാമത് പ്ലീനറി സമ്മേളനമാണ്. ഇന്ന് രാവിലെ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കുർബാനയോടുകൂടി ആരംഭിച്ചു. മാർപ്പാപ്പയുടെ പ്രതിനിധിയായിരിക്കണം ഇതിൽ കുർബാന ചൊല്ലുന്നത്. അതുകൊണ്ട് അപ്പസ്തോലിക് നുൻഷ്യോ ലിയോപോൾഡോ ജിറല്ലി ആയിരുന്നു മുഖ്യ കാർമ്മികൻ. പിന്നീട് അതിനൊരു വളരെ ചെറിയ ഒരു ഇനാഗുറൽ മീറ്റിംഗ്, വളരെ വോട്ടിംഗ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് ആരാധനക്രമ പുസ്തകങ്ങളാകാം. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ചില ആരാധനക്രമ വിശുദ്ധ മദർ തെരേസയെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾ കുർബാനയിൽ ചേർക്കേണ്ടത്. അതിപ്പോഴാണ് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ഇംഗ്ലീഷ് 45 രാജ്യങ്ങളാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളായിട്ട് ഈ ലിറ്ററേച്ചർ ബുക്ക് വരുന്നത്. അതിനെല്ലാം ക്രോഡീകരിക്കുന്ന ഐസിൽ എന്ന് പറയുന്ന ഒരു ബോഡിയുണ്ട്. ഐസിൽ തയ്യാറാക്കിയത്. അപ്പോൾ അതിൻ്റെ വോട്ടിംഗ് വരുന്നുണ്ട്. അതിനുശേഷം അത് കുർബാന പുസ്തകത്തിൽ മിസ്സലിലേക്ക് വരും. അപ്പോൾ അതുപോലെയുള്ള ചില ആരാധനാക്രമപരമായ കാര്യങ്ങളുടെ വോട്ടിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ ചിലപ്പോൾ ഈ രൂപതകൾ വിഭജിച്ച് പുതിയ രൂപതകൾ കൊണ്ടുവരും, അതിൻ്റെ വോട്ടിങ്ങുകൾ വരും. പിന്നെ ബസിലിക്കകൾ എലവേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇന്നത്തെ സമ്മേളനത്തിൽ 2 ബസിലിക്കകൾ എലവേറ്റ് ചെയ്യുന്നതിൻ്റെ വോട്ടിംഗ് ഉണ്ട്. ഒരു ബസിലിക്ക മദ്രാസ് മൈലപ്പൂർ ആർച്ച് ഡയസിസിലെ സാന്തോമിലെ ബസിലിക്കുണ്ട്. ഇത് ബസന്ത് നഗറിലെ വേളാങ്കണ്ണി ഷ്രൈൻ ബസിലിക്കയാക്കി ഉയർത്താനായിട്ടുള്ള ഒരു അപ്പീൽ മദ്രാസ് മൈലാപ്പൂർ ആർച്ച് ബിഷപ്പ് വയ്ക്കുന്നുണ്ട്. അത് ഉച്ച കഴിഞ്ഞാണ് അതിനെക്കുറിച്ച് ഡിസ്കഷൻ വരെ, വോട്ടിംഗ് വരാം. അതുപോലെ തന്നെ ഊട്ടിയിലെ ബിഷപ്പ് അരുളപ്പൻ അമർരാജ് അവിടുത്തെ ഒരു സെയിൻറ്റ് ആനീസ് ഷ്രൈൻ ബസിലിക്കയാക്കി ഉയർത്തണമെന്ന് പറഞ്ഞ അപേക്ഷ വെക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ, അപ്പോൾ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിനെ പഠിച്ചവർ അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ അവതരിപ്പിക്കും. അങ്ങനെ അത്തരത്തിൽ വളരെ വോട്ടിംഗ് ആവശ്യമുള്ള പിന്നെ 1-2 ഗൈഡ് ലൈൻസ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ വളരെ സജീവമായിട്ട് ഇടപെടുന്ന കാര്യം. അപ്പോൾ വളരെയധികം ഒരു റിക്വസ്റ്റ് CCBIയുടെ ഭാഗത്തുനിന്നും മെത്രാന്മാർക്കുണ്ടായിരുന്നു. ഒരു സോഷ്യൽ മീഡിയക്ക് ഭാരതത്തിലെ കത്തോലിക്ക സഭയ്ക്ക് ഒരു ഗൈഡ് ലൈൻ വേണം. അപ്പോൾ ഈ ഗൈഡ് ലൈൻ കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മൾ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങിൽ ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വോട്ടിങ്ങിന് വരാം, ഇന്ന് അതിൻ്റെ ഫൈനൽ വോട്ടിങ്ങിൽ എടുക്കുകയാണ്. അപ്പോൾ അതൊരു മാർഗ്ഗരേഖയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അതിനൊരു പ്രത്യേക കാരണം ടെലിവിഷനിലെല്ലാം ഈ തിരുവസ്ത്രങ്ങൾ എടുത്ത് വെച്ചാൽ ഈ കാസൊക്കെ ഒരു പൂജ്യ വസ്ത്രമാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് ഡാൻസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ കുറിച്ച് ഒത്തിരി പേരെ, അപ്പോൾ ഒരു നീണ്ട ചർച്ചയൊക്കെ നടന്നതിന് ശേഷമാണ് ഈ ഗൈഡ്. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട വോട്ടിംഗ് ആവശ്യമുള്ള അജണ്ടകളാണ് CCBIയുടെ ഇന്നത്തെ സമ്മേളനത്തിൽ എടുത്തിരിക്കുന്ന അജണ്ടകൾ. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ആരാധനയോടുകൂടി 1 മണിക്കൂർ ആരാധനയോടുകൂടി CCBIയുടെ ഈ ഏകദിന സമ്മേളനം അവസാനിക്കും. ഒപ്പം തന്നെ പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സന്ദേശം അഭിനന്ദ പിതാക്കന്മാർക്കായി നൽകുകയുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പങ്കുവയ്ക്കാം. പരിശുദ്ധ പിതാവ് ലിയോ മാർപ്പാപ്പ ആയതിനു ശേഷം ആദ്യത്തെ ഒരു CCBIയുടെ സമ്മേളനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ബിഷപ്സ് കോൺഫറൻസുകൾക്കും അദ്ദേഹം പ്രത്യേകമായിട്ട് സന്ദേശമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ നമ്മൾക്ക് വേണ്ടി അയച്ചിരുന്ന സന്ദേശം വളരെ പ്രത്യേകം പറഞ്ഞത് ഒരുമിച്ച് പ്രവർത്തിക്കും. കാരണം ഭാരതം ഒരു സുന്ദരമായൊരു പ്രദേശമാണ്. ഡൈവേഴ്സിറ്റി നമ്മളുടെ ബ്യൂട്ടിയാണ്. നമ്മുടെ സംസ്കാരങ്ങളുടെ ഇതിൽ വ്യത്യസ്തതകൾ, ഭാഷയുടെ വ്യത്യസ്തതകൾ. ഇപ്പോൾ ലത്തീൻ സഭയെ സംബന്ധിച്ചുള്ള 22 ഭാഷകളിൽ മിസ്സലുണ്ട്. ഒരു ദിവസം 22 ഭാഷകളിലാണ് ഔദ്യോഗികമായിട്ട് കുർബാനകൾ. അപ്പോൾ ഈ ഐക്യം, പ്രാദേശികമായിട്ടുള്ള ഈ സംസ്കാരങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക, അത് ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ളൊരു സന്ദേശമാണ് ലിയോ 14 പാപ്പ നമുക്കായിട്ട് നൽകിയിരിക്കുന്നത്. അതായത് മെത്രാന്മാർ സഭയ്ക്കായിട്ട് പ്രവർത്തിക്കുമ്പോൾ സഹോദര സമൂഹങ്ങളുമായിട്ട് ഈ ഐക്യം എന്ന് പറയുന്നത് സഭയ്ക്കുള്ളിലും വേണം, സഹോദര സഭകളുമായിട്ടും വേണം, അതുപോലെ മറ്റു മതസ്ഥരുമായിട്ട് വേണം. കാരണം ഇവിടെ നമ്മളൊരു പ്രത്യേകമായ സാഹചര്യത്തിലാണ്. അപ്പോൾ ഒരു ലയോ 14 പാപ്പായുടെ ആഹ്വാനം
ഒരു വെല്ലുവിളി നിറഞ്ഞ ആഹ്വാനമാണ് ഇന്നത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ. പ്രത്യേകിച്ച് സഭ ഏറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് ഗ്രാമങ്ങളിലും ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലും സഭ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലൊരു ആഹ്വാനം സഭയ്ക്കൊരു വെല്ലുവിളി നിറഞ്ഞ എല്ലാവരുമായിട്ട് ഒരു സഹവർത്തിത്വത്തിൻ്റെ ഒരു ഐക്യത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകാനായിട്ടാണ് ലിയോ 14 മാപ്പ ഭാരതത്തിലെ മെത്രാന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.